മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ദേവരായ മാഷും അല്ലെങ്കിൽ ബാബുക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൻ്റെതായ സംഗീതം മലയാളികൾക്ക് നൽകിയ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷ് എനിക്ക് കുളത്തൂപ്പുഴ രവിയായിരുന്ന കാലം തൊട്ടേ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അറിയപ്പെടുന്നൊരു ഗായകനായിരുന്നു. ഗായകനാകാൻ വേണ്ടിയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ആ ഗായകനായും പോയ ആളിനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറ്റുന്നതിൽ ഏറ്റവും വലിയ ഗായകനായ യേശുദാസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ദാസേട്ടനാണ് രവീന്ദ്ര മാഷെ ഒരു പരിധി വരെ മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത്. എനിക്ക് ചൂട എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമയെന്ന് തോന്നുന്നു. അതിനുശേഷം മലയാളികൾക്ക് ഏറ്റവും ഇപ്പോഴും താലോലിച്ച് കിടക്കുന്ന എത്ര പാട്ടുകളാണ് അദ്ദേഹം തന്നത്. ഞാനും അദ്ദേഹമായിട്ടൊരു ബന്ധമെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീതം നൽകിയത് രവീന്ദ്ര മാഷാണ്. അത് എൻ്റെ ഒരു കൂടി ആഗ്രഹം കൂടിയായിരുന്നു. ഗംഭീര പാട്ടുകളായിരുന്നു ഡേവിഡ് മിസ്റ്റർ ഡേവിഡിന്റെ പാട്ടുകൾ. ആ പാട്ടുകൾ സംഗീതം നൽകിയ അദ്ദേഹമാണ്. പിന്നെ ഒരു ചിത്രത്തിനും കൂടി നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാം എന്നൊരു ചിത്രത്തിനും കൂടി അദ്ദേഹം സംഗീതം നൽകി. ഞാനൊരു വലിയൊരു ആൽബം ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേർപാടെന്ന് പറയുന്ന മലയാള ഗാനശാഖയ്ക്കും ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഒരു കാലത്ത്. രവികുമാർ എന്ന് പറഞ്ഞ നടന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഴയ പടങ്ങൾ കണ്ടു നോക്കൂ, അത് രവീന്ദ്രൻ മാഷ് ശബ്ദമാണ്.